ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് എല്ലാവരും ഉണ്ട് വീട്ടിൽ. കാരണം ഇന്നലെ രാത്രി തന്നെ ചേച്ചിയും കൊച്ചും വല്യമ്മച്ചിയും ആൻറ്റിയുടെ പിള്ളേരും പെറ്റുമ്മയൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ ആയപ്പോഴത്തേന് വെറുതെ ഇരിക്കുകയല്ലേ, അപ്പം കുറച്ച് മാങ്ങയും കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് തിന്നാന്ന് വിചാരിച്ചു. ഒരു നൊസ്റ്റാൾജിയ. പിന്നെ അമ്മയും വല്യമ്മച്ചിയും അടുക്കളയിൽ പണിയാണ്. ആൻറ്റി ക്ഷീണം കൊണ്ട് കിടക്കുകയാണ്, പെറ്റമ്മയും ക്ഷീണം കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ആൻറ്റിക്കും അമ്മയ്ക്കും വല്യമ്മച്ചിക്കും കൊണ്ട് കൊടുത്തിട്ട് അവർക്കിതൊന്നും വേണ്ട. കാരണം അവർക്കൊന്നും ബാത്റൂമിൽ പോകാൻ വയ്യ. പക്ഷെ വല്യമ്മച്ചി ഒരു കഷ്ണം എടുത്തു കേട്ടോ. അപ്പോഴത്തേന് അളിയനും നാത്തൂനും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് അപ്പം അവർക്കും കൊടുത്തപ്പോൾ അവർക്കും വേണ്ട. പിന്നെ ഞങ്ങൾക്കിവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതിന് എല്ലാവരും എടുക്കുന്നുണ്ട്, അതൊന്ന് കടിച്ചു നോക്കിയതാണ്. അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ദേവനുവിന് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, അവളുടെ ദേശീയ ഭക്ഷണമാണിത്, അതുകൊണ്ട് അവൾക്ക് പ്രശ്നമില്ല. പിന്നെ ഉച്ചക്കലത്തെ ഫുഡെന്ന് വെച്ചാൽ ചെമ്മീൻ അലർത്തി ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ഞങ്ങൾ കൊല്ലങ്കര വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്. പിന്നെ ചക്കക്കുരും ചെമ്മീനും ഇട്ട് അലർത്തിയത്, പിന്നെ മോരുകറി, പപ്പടം, അച്ചാറ്, വെള്ളം, ചോറ്, ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും ഞാനല്ല ഉണ്ടാക്കിയത് കേട്ടോ. കാണിച്ചിരുന്നെങ്കിലും അപ്പത്തേന് അളിയന് ചോറ് വിളമ്പി. പക്ഷെ ഫസ്റ്റ് വെച്ചത് ഞാനും ആൻറ്റിയാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് നേരത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറിയിട്ട് വൊമിറ്റ് ചെയ്യാൻ വരും. കാരണം ആൻറ്റിക്ക് ഇപ്പം 8 മന്ത് ആയിട്ടുണ്ട്, 8 മന്ത് കഴിയാനായി, എനിക്കൊരു 5 മന്ത് ആയിട്ടുണ്ട്. ഇപ്പം ഇവരെല്ലാം പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരു അലപ്പും ബഹളവും ഒക്കെ ആയിരുന്നു. ഒരു ഉണർവുണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും പോയപ്പോൾ ഒരു സങ്കടം. പിന്നെ ആൻറ്റി വണ്ടി സ്റ്റാർട്ടാക്കി എല്ലാവരും ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ്. പിന്നെ അമ്മ ഈ ഒരുങ്ങി നിൽക്കുന്ന വേറൊന്നുമല്ല കേട്ടോ, സഭയിലത്തെ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇവർ പോവാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ നേരെ പോയിട്ട് തിരിച്ച് വന്ന് പിന്നെ ഒരു 7 മണിയായപ്പോഴത്തേന് ഇവരും പോയി. ഒരു തൊട്ടടുത്താണ്. അപ്പം അത്രയേ ഉള്ളൂ.